എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരുമാനി, പൊന്മാൻ, വാതിൽ, ഹലോ മമ്മി, രേഖാചിത്രം, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് തണ്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാഗചൈതന്യ സായി പല്ലവി സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് തണ്ടൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ് തുടങ്ങി എല്ലാ ഭാഷകളിലും മാർച്ച് 1 സിനിമയുടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്കൈ ഫോഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അക്ഷയ് കുമാർ എന്ന സിനിമയിലെ നായകൻ. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സ്കൈ ഫോഴ്സ് എന്ന സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 15 സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുലിയാട്ടം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. റാഫിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് ഇതിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കുഞ്ചാക്കോ ബോബൻ പ്രിയമണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ മാർച്ച് പകുതിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗുഡ് നൈറ്റ് സിനിമയിലെ നായകനാണ് കുടുംബസ്ഥനിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഫെബ്രുവരി 28 അതായത് നാളെ രാത്രി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഓപ്പറേഷൻ രാവൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നാളെ രാത്രിയാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ത്രയം എന്ന സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. മോശമായ അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഫെബ്രുവരി 28 സൈനാപ്ലയിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലുക്മാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പെരുമാനി സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ മനോരമ മാക്സിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പൊന്മാന് ലഭിച്ചത്. ബേസിൽ, സജിൻ ഗോപു ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പൊന്മാൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കോ മാർച്ച് ആദ്യ വാരവുമായിട്ട് പൊന്മാൻ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യ വാരമായിട്ട് പുണ്യാളൻ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് അത്രയ്ക്ക് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. ഷർഫുദ്ദീനാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഐശ്വര്യലക്ഷ്മിയും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ മാർച്ച് ആദ്യ വാരമായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി, അനശ്വര രാജനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. സോണി ലീവാണ് രേഖാചിത്രം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ തീയതി മാർച്ച് 7 എന്നാൽ ഇപ്പോൾ മാർച്ച് 6 തന്നെ സിനിമ സൈനാപ്ലയിൽ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഒരുപാട് നാളായി റിലീസായിട്ട്. തിയേറ്ററിൽ നിന്നാണെങ്കിൽ നല്ല റെസ്പോൺസും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ OTT മാത്രം ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരാധകർ ദേഷ്യത്തിലായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഹണ്ട്
ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ഹണ്ട് സിനിമ OTT വന്നിട്ട് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.